പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ഹിസ്റ്ററി കോഡ് നമ്പർ 315ന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് 9ാമത്തെ ചാപ്റ്ററാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സ്ഥാപനവും അതേപോലെ തന്നെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യാപനമാണ്, അതിന്റെ വികസനം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ വ്യാപനം വികസനത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിൽ മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പുതിയ സിലബസും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഫോളോ ചെയ്യേണ്ടത്. ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഴയ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഴയതും പുതിയതും ഒന്ന് തന്നെയാണ്. ഹിസ്റ്ററിയിൽ 2023 വരെ അഡ്മിഷൻ എടുത്തവർ മുഴുവൻ ചാപ്റ്ററും പഠിക്കണം. 2024 തുടർന്ന് അങ്ങോട്ടുള്ള ബാച്ചിലും പരീക്ഷ എഴുതുന്നവരെ ടെക്സ്റ്റ് ബുക്ക് പഴയ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ 60% മാത്രമേ നമ്മൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. അതിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്ററാണ്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. മിക്ക കുട്ടികളും NIS മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഉണ്ടാവില്ല, ഇതേപോലെ ഇംഗ്ലീഷിലായിരിക്കും. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മലയാളത്തിൽ ആൻസർ ചെയ്യാം എന്നുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് വലിയൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോയിൽ നമുക്ക് ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന 3 വീഡിയോസ് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. നമുക്ക് പറയാം പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഞാൻ വേറൊരു വീഡിയോയിലുണ്ട്. പിന്നെ 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് അതിൻ്റെ വീഡിയോസാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ തുടർച്ചയുള്ള ഭാഗം അടുത്ത വീഡിയോസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റ് സ്ഥാപിക്കാൻ, എക്സ്പാൻഷൻ വ്യാപിക്കുക. ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപനം വ്യാപനം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഹൂ വാസ് മുഹമ്മദ് ഗസ്നി. ആരാണ് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത്? വൈ ഡിഡ് ഹി ഇൻവേഡ് ഇന്ത്യ. ഇദ്ദേഹം ഇന്ത്യയെ കീഴടക്കാൻ കാരണം എന്ത് എന്നതാണ്. മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത്, ഡൽഹിയുടെ ആ ഭാഗങ്ങളിലാണ് ഭരിച്ചിരുന്ന ആളാണ്. അദ്ദേഹം സബുക്തജിൻ എന്ന് പറയുന്ന, ഏകദേശം ഇംഗ്ലീഷ് വർഷമാണെങ്കിൽ 997 സബുക്തജിൻ എന്ന് പറയുന്ന ഗസ്നി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഡൽഹിയിലുള്ള പ്രദേശമാണ് ഗസ്നി എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ഭരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സബുക്തിജിൻ. ഏകദേശം അന്നത്തെ വർഷം, ഇംഗ്ലീഷ് വർഷം 997, വെറും 997 സബുക്തിജിൻ ഭരിച്ചിരുന്നത്. 200 കൊല്ലത്തോളം അദ്ദേഹം ഭരിച്ചു. ആ സബുക്തജിന്റെ മകനായിട്ടാണ് ആര് വന്നത്? ഈ പറഞ്ഞ മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ഭരണാധികാരി വന്നു. അദ്ദേഹം ഒരു മതഭ്രാന്തനെ പോലെയാണ്. എല്ലാം ആക്രമിച്ച് കീഴടക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് ആർക്കുള്ളത്? മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത്. അദ്ദേഹം ഫസ്റ്റ് കീഴടക്കിയത് സിസ്താൻ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ആദ്യമായി കീഴടക്കിയത്. പിന്നെ അഫ്ഗാനിസ്ഥാൻ, സിസ്താൻ, ഖുറാസാൻ എന്നീ പ്രദേശങ്ങളിലെ പരമാധികാരിയെ അദ്ദേഹമായിരുന്നു. ഓരോ പ്രദേശങ്ങളും അദ്ദേഹം കീഴടക്കിയിട്ട് മുഹമ്മദ് ഗസ്നി അവിടുത്തെ ഭരണാധികാരി ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ത്യയെ ആക്രമിക്കാനുള്ള ഒരു കാരണം, എന്തിനാണ് അദ്ദേഹം ഇന്ത്യയിൽ ഭരണം നടത്തി അല്ലെ? ഗസ്നി എന്ന് പറയുന്ന പ്രദേശത്ത് മുഹമ്മദ് ഗസ്നി ഭരണം നടത്തി ഇന്ത്യ ആക്രമിക്കാനുള്ള കാരണം ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്നില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നേരെ ആക്രമണം നടത്തിയ മതഭ്രാന്ത മൂലം പണം കൈയടക്കാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളൊക്കെ അദ്ദേഹം അടിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷെ അതൊരു മതഭ്രാന്ത മൂലമല്ല. മതഭ്രാന്താണെങ്കിൽ ഏതൊരു മതത്തെ മാത്രം അടിച്ചമർത്തലല്ല ചെയ്യാം. പക്ഷെ ഇത് മതഭ്രാന്തല്ല. സമ്പത്ത് കൊള്ളയെടുക്കാൻ വേണ്ടിയിട്ട് ഏത് മതം, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അത് ക്ഷേത്രങ്ങളായിക്കോട്ടെ, പള്ളികൾ, ഇതൊക്കെ അദ്ദേഹം ആക്രമിച്ചിരുന്നു എന്നതാണ്. മധ്യേഷ്യയിലുള്ള മുസ്ലിം ഭരണാധികാരികളെയും മുഹമ്മദ് ഗസ്നി വെറുതെ വിട്ടു, അവരൊക്കെ ആക്രമിച്ചു. മുഹമ്മദ് ഗസ്നി 17 തവണ ഇന്ത്യയുടെ നേരെ ആക്രമണം നടത്തിയതാണ്. പെഷവാറിലെ ഹിന്ദുക്കളായ ഷാഹി ഭരണാധികാരികളും പഞ്ചാബ് ഭരണാധികാരികളുടെ നേരെയായിരുന്നു ആദ്യത്തെ ആക്രമണം നടത്തിയത് എന്നതാണ്. മുൾട്ടാനിലെ മുസ്ലിം ഭരണാധികാരികളെയും മുഹമ്മദ് ഗസ്നി ആക്രമിച്ചു.
പെഷവാറിലെ മഹ്മൂദ് ഹിന്ദു ഷായി ഈ രാജാവായ ജയപാലനെ 1001 തോൽപ്പിച്ചു എന്നാണ്. തുടർന്ന് സിംഹാസനത്തിലെത്തിയ ആനനുപാലനു നേരും അദ്ദേഹം യുദ്ധം നടത്തി. പഞ്ചാബ് തന്റെ അധീനത്തിലാക്കിയ തുടർന്ന് അദ്ദേഹം ഗംഗാതടത്തിൽ 3 അക്രമം, പഞ്ചാബ് ആര് പിടിച്ചെടുത്തു? ഗസ്നി പിടിച്ചെടുത്തു. അങ്ങനെ ഗംഗാതലങ്ങളിൽ 3 അക്രമം നടത്തി. ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്ത് ഉപയോഗിച്ച് മുഹമ്മദ് ഗസ്നി പ്രൗഢ ഗംഭീരങ്ങളായ സൗധങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയാണ്. മുഹമ്മദ് ഗസ്നി ഗംഭീരമായ സൗധങ്ങൾ നിർമ്മിച്ച് തന്റെ തലസ്ഥാനമായ ഗസ്നിയുടെ പ്രൗഢി കൂട്ടി. അതോടൊപ്പം പണ്ഡിതർക്കും കവികൾക്കും വലിയ പ്രോത്സാഹനം നൽകി. 1030 മുഹമ്മദ് ഗസ്നി അന്തരിച്ചു. മുഹമ്മദ് ഗസ്നിയുടെ മരണശേഷം ഗസ്നി സാമ്രാജ്യം തകർന്നു. പിന്നെ അത് ആരും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഹൂ വേർ മാംലൂക്ക് സുൽത്താൻ? ആരാണ് മാംലൂക്ക് സുൽത്താൻ എന്ന് പറയുന്നത്? ഹൗ ഡിഡ് ഇൽതുമിഷ് കൺസോളിഡേറ്റ് ഹിസ് പൊസിഷൻസ് ആണ്. എങ്ങനെയാണ് ഇൽതുമിഷ് തന്റെ അധികാരം നിലനിർത്തിയത് എന്നുള്ളതാണ്. 1206 മുതൽ 1290 വരെ ഡൽഹി ഭരിച്ച ഭരണാധികാരികളെയാണ് പത്താൻകാർ, അടിമ രാജാക്കന്മാർ, ടർക്കിഷ് മോലൂസ്, ഇങ്ങനെ പല പേരുകളിലാണ് 1206 മുതൽ 1290 വരെ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികളെ അറിയപ്പെടുന്നത്. ഡൽഹി സുൽത്താനറ്റിലെ രാജാക്കന്മാരാണ് മാമലൂക്ക് എന്നത്. അപ്പോൾ മാമലൂക്ക് എന്ന് പറയുന്നത് ആരാണ്? ഡൽഹി സുൽത്താനറ്റിലെ രാജാക്കന്മാരാണ്. ഡൽഹി സുൽത്താനേറ്റിന് തുടക്കം കുറിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. വൺ വേർഡ് ആക്കി ചോദിക്കുന്നത്, ആരാണ് തുടക്കം കുറിച്ചത്? കുത്തുബുദ്ദീൻ ഐബക്ക്. അദ്ദേഹം ഒരു അടിമയായിരുന്നു. ക്രമേണ അദ്ദേഹം മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളായി മാറിയതാണ്. മുഹമ്മദിന്റെ മരണശേഷം ആദ്യകാല തുർക്കി സുൽത്താനറ്റ് ഐബക്കാണ് സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ ധീരത, കർമ്മ കുശലത എന്നീ ഗുണങ്ങൾ സമകാലികളുടെ പ്രശംസയ്ക്ക് കാരണമാണ്. ഇനി ഇൽതുമിഷിനെ കുറിച്ച് പറയണം. ഐബക്കിന്റെ ഡൽഹി സുൽത്താനത്തിൽ ഐബക്കിന്റെ മരണത്തെ തുടർന്ന് സിംഹാസനത്തെ ചൊല്ലി ഒരു തർക്കം ഐബക്കിന്റെ മകനായ ആരാംഷയും ജാമാതാവായ ഷംസുദ്ദീൻ ഇൽതുമിഷ് എന്നിവർ തമ്മിലുണ്ടായി. ആരാംഷയെ പരാജയപ്പെടുത്തി ഇൽതുമിഷ് അധികാരത്തിലെത്തി. അല്ലേ, പിതാവ് മരിച്ചതിനെ തുടർന്ന് മക്കൾ തമ്മിൽ അധികാരത്തിൽ തർക്കമുണ്ടായി. അങ്ങനെ ഇൽതുമിഷ് എത്തി. ഡൽഹി സുൽത്താനറ്റ് ശരിക്കും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി. ഡൽഹിയെ അദ്ദേഹം സുസംഘടിതമായ ഒരു രാഷ്ട്രമാക്കി മാറ്റി. വൺ വേർഡായിട്ട് ചോദിക്കും, സുസംഘടിതമായ രാഷ്ട്രമാക്കി മാറ്റിയ ഡൽഹിയെ മാറ്റിയ ഭരണാധികാരി വെച്ച് ഇൽതുമിഷാണ്. ഡൽഹി സുൽത്താനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഇൽതുമിഷിന്. ഇദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങൾ ശ്രദ്ധേയമാണ്. ഇഖ്താർ സമ്പ്രദായം നടപ്പിലാക്കിയ അദ്ദേഹം സൈന്യത്തെയും നാണയ വ്യവസ്ഥയും പുനഃസംഘടിപ്പിച്ചു. ഇഖ്താർ എന്നാൽ ഭൂഭാഗം തുർക്കിക്ക് നൽകിക്കൊണ്ട് ഫ്യൂഡൽ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതാണ്. കൂടാതെ സാമ്രാജ്യത്തിലെ വിദൂര പ്രദേശങ്ങളെ എല്ലാം ഒരു കേന്ദ്രമായി ഇണക്കി ചേർക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ പരിഷ്കാരം സൈന്യത്തിന്റെ പുനഃസംഘടനയാണ്. ഇൽതുമിഷ് പ്രമാണിമാരായ തുർക്കി അടിമകളുടെ സംഘത്തെ നിലനിർത്തിയത്. 40 പേർ അഥവാ ബൻദാക്കാർ, ടർക്ക്, ചഗൽഗാനി എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. ധാരാളം ചെമ്പ് നാണയങ്ങളും അദ്ദേഹം അടിച്ചിറക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, വാട്ട് മെഷർ ഡിഡ് ബാൾബൺ ടേക്ക് ടു ഡെവലപ്പ് എ ഹൈലി സെൻട്രലൈസ്ഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ഇൻ ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനേറ്റിൽ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം നിലനിർത്താൻ എന്തെല്ലാം നടപടികളാണ് ബാൾബൻ സ്വീകരിച്ചതെന്നാണ്. റസിയയുടെ മരണശേഷം 20 വർഷം ഡൽഹി ഭരിച്ചത് വളരെ ദുർബലരായ രാജാക്കന്മാരായിരുന്നു. എങ്കിലും ഈ കാലത്ത് രാജ്യകാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് 40 അംഗത്തിലെ ശക്തനായ ഒരാളും റസിയയുടെ കീഴിലുള്ള സ്വാധീനമുള്ള ഒരു പ്രഭുവുമായിരുന്നു. ഗിയാസുദ്ദീൻ ബാൽബൻ ആയിരുന്നു. ബാൽബന്റെ പ്രധാന ലക്ഷ്യം 2 എണ്ണമായിരുന്നു. ഒന്ന്, രാജസ്ഥാന്റെ അന്തസ്സ് ഉയർത്തുക. രണ്ടാമത് പറയുന്നത് തുർക്കി അധികാരം ഭദ്രമാക്കുക. പിന്നെ രാജ്യകാര്യമാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഖജനാവ് ഏറെ പോലെ കാലിയായിരുന്നു. ഏതാണ്ട് രാജ്യം തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതിനെല്ലാം പുനർജീവിക്കുക എന്നായിരുന്നു ബാൽബന്റെ പ്രധാന ദൗത്യം. ഭരണത്തിന്റെ സുസ്ഥിരക്ക് പ്രബലമായൊരു സൈന്യം ആവശ്യമാണെന്ന് ബാബൽ മനസ്സിലാക്കുകയും തന്മൂലം സൈന്യത്തെ ആകെ അദ്ദേഹം പുനഃസംഘടിപ്പിച്ചു. കാലാൾപ്പടയും കുതിരപ്പടയും അദ്ദേഹം പ്രാപ്തരും പരിചയസമ്പന്നരുമായ സേനാധിപരുടെ കീഴിലാക്കി. തുടർന്ന് അദ്ദേഹം അതിർത്തി പ്രദേശങ്ങളിലെ ആക്രമണങ്ങൾ അമർച്ച ചെയ്യാൻ ശ്രമിച്ചു. അതിർത്തിയിലെ കലാപകാരികളെ അമർച്ച ചെയ്തതിനു ശേഷം
ഓരോ കേന്ദ്രത്തിലും കോട്ട കെട്ടി ക്രമസമാധാന പാലം അദ്ദേഹം ഭദ്രമാക്കി. തുർക്കി പ്രഭുക്കന്മാരുടെ അധീന ശക്തി നിയന്ത്രിക്കാൻ ബാൽബൻ ഭൂനിയമം പരിഷ്കരിച്ചു. പഞ്ചാബിനടുത്ത് വടക്ക് പടിഞ്ഞാറ് മേഖലയായ മംഗോളിയന്മാരുടെ ശല്യത്തിനും അദ്ദേഹം അറുതി വരുത്തി. കൊട്ടാരത്തെ അദ്ദേഹം രാജകീയ പ്രൗഢിയുള്ളതാക്കി. പഴയ പേർഷ്യൻ കൊട്ടാരങ്ങളുടെ മാതൃകയിൽ ഡൽഹിയിലെ കൊട്ടാരം ബാൽബൻ പരിഷ്കരിച്ചു. പേർഷ്യൻ ആചാരരീതികളും അനുഷ്ഠാനങ്ങളും ഡൽഹിയിൽ നടപ്പിലാക്കി. ജാതി വ്യവസ്ഥ നിലനിർത്തിയിരുന്നു. താഴ്ന്ന ജാതിയിൽ ജനിച്ചവരെ ഉയർന്ന ഉദ്യോഗസ്ഥങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ബാൽബൻ 1287 നിര്യാതനായി. ഡൽഹി സുൽത്താന്റെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതും അതിന് കരുത്തു കാര്യക്ഷമത ഉണ്ടാക്കിയതും ബാൽബൻ നിശ്ചയദാർഢ്യവും ദീർഘദർശനവുമായിരുന്നു. കലാപകാരികളെയും അനിയന്ത്രിതമായ ഗോത്രവർഗങ്ങളെയും അദ്ദേഹം അടിച്ചമർത്തി. അതിർത്തിയിലെ മംഗോളിയക്കാരുടെ നീക്കങ്ങൾക്കെതിരെ അദ്ദേഹം സദാ ജാഗ്രത പുലർത്തി. അങ്ങനെ സുൽത്താനത്തിന്റെ ശുദ്ധീകരണത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അതിൽ അടിയുറപ്പും ഭദ്രതയും ഏകീകരണവും നൽകാനും ബാൽബന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഡിസ്ക്രൈബ് ദി മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ അലാവുദ്ദീൻ ഖൽജി ടു കൺട്രോൾ ദി മാർക്കറ്റ്. അലാവുദ്ദീൻ ഖൽജിയുടെ കമ്പോള പരിഷ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൽഹി ഭരിച്ചിരുന്ന അലാവുദ്ദീൻ ഖൽജിയുടെ കമ്പോള പരിഷ്കാരങ്ങൾ. ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, പാചക എണ്ണ മുതൽ സൂചി വരെയുള്ള സാധനങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കും കുതിര, കന്നുകാലി, അടിമകൾ എന്നിവയ്ക്കും വില കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് അലാവുദ്ദീൻ ഉത്തരവിറക്കി. അദ്ദേഹം 3 കമ്പോളങ്ങൾ സ്ഥാപിച്ചു. ഒന്ന് ഭക്ഷ്യധാന്യങ്ങൾക്ക്, രണ്ടാമത് പറയുന്നത് എല്ലാവിധ വസ്ത്രങ്ങൾക്കും, പഞ്ചസാര, നെയ്യ്, എണ്ണ, ഉണങ്ങിയ പഴങ്ങൾ ഇതിനു വേണ്ടിയുള്ള. മൂന്നാമത് കുതിര, കന്നുകാലികൾ, അടിമകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള 3 രീതിയിലുള്ള കമ്പോളങ്ങളാണ്. ഓരോ കമ്പോളങ്ങളും ഷേഹ്ന എന്നറിയപ്പെടുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു രജിസ്റ്റർ അലാവുദ്ദീൻ ഖൽജിക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. കമ്പോളങ്ങൾ ഒരു ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലായിരുന്നു. വ്യാപാരികളെയും വിലയെയും കർശനമായി നിയന്ത്രിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതിനു പുറമെ ഭൂനികുതി വിളവിന്റെ 50% ഉയർത്തുകയും അത് പണമായി നൽകാമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. അതുപോലെ കുറഞ്ഞ വിലക്ക് ധാന്യം വ്യാപാരികൾക്ക് വിൽക്കാൻ കർഷകർ നിർബന്ധിതരായി. തുണികൾ, എണ്ണ, നെല്ല് തുടങ്ങിയ വിപണനം ചെയ്യുന്ന കമ്പോളത്തിന് സോരായ് ഇതിൻ എന്നറിയപ്പെടുന്നു. നീതിയുടെ സ്ഥലം എന്നാണ് അർത്ഥം. മൂന്നാമത്തെ മാർക്കറ്റ് കുതിരകളെയും കന്നുകാലികളെയും അടിമകളെയും വിപണനത്തിലുള്ളായിരുന്നു. കുതിരകളുടെ വില നിയന്ത്രിക്കേണ്ടത് സുൽത്താനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം ന്യായമായ വിലക്ക് മികച്ച ഇനം കുതിരകളെ ലഭിച്ചില്ലെങ്കിൽ കാര്യക്ഷമമായി സൈന്യത്തെ നിലനിർത്താനാവില്ല എന്നുള്ളതാണ്. ഇനി 5ാമത്തെ ചോദ്യമാണ്. ഡിസ്ക്രൈബ് ദി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ടോക്കൺ കറൻസി ബൈ മുഹമ്മദ് തുഗ്ലക്ക്. മുഹമ്മദ് തുഗ്ലക്ക് നടത്തിയിട്ടുള്ള ദേവഗിരിയിലേക്കുള്ള തലസ്ഥാന മാറ്റത്തെയും നാണയ പരിഷ്കാരങ്ങളെ കുറിച്ചും വിവരിക്കാനാണ്. ഗിയാസുദ്ദീന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സുൽത്താനായി സ്വയം പ്രഖ്യാപിച്ചു. ഭരണകാര്യങ്ങളിലും വ്യക്തിപരമായ തന്റേതായ ഒരു നൂതന ശൈലി പിന്തുടർന്നു. ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ അഗ്രഗണ്യനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യക്ക് തന്റെ സങ്കല്പത്തിനനുസരിച്ച് ഭരണമുണ്ടാക്കാൻ ഭരണകാലത്ത് മുഹമ്മദ് നിരന്തരം പ്രയത്നിച്ചു. മതദർശന കാര്യത്തിൽ അതീവ തൽപരനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മറ്റ് മതങ്ങളോട് ആദരവ് പ്രകടിപ്പിച്ച ഒരു സുൽത്താനായിരുന്നു. ഏറ്റവും ഉയർന്ന തസ്തികതകളിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പക്ഷഭേദമില്ലാതെ നിയമിച്ചു. തന്റെ ഭരണകാലത്ത് ധീരമായ പല പരീക്ഷണങ്ങളും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടത്തിയിട്ടുണ്ട്. ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്കുള്ള പലതും. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ഒന്നാണ് ദേവഗിരിയിലേക്കുള്ള പാലായനം. അങ്ങേയറ്റം തെറ്റിദ്ധരിക്കപ്പെട്ട പരീക്ഷണങ്ങളിൽ പ്രമുഖനായിരുന്നു ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കുള്ള തലസ്ഥാനം മാറ്റാനുള്ള തീരുമാനം. ദക്ഷിണേന്ത്യയിൽ കാര്യക്ഷമമായ ഭരണം നടത്താൻ തലസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം ആദ്യം നടത്തിയ ദേവഗിരിയിലേക്കുള്ള പാതയുടെ ഇരുവശത്തും തണൽ മരങ്ങൾ വെച്ചുപിടിക്കുകയായിരുന്നു. ഓരോ 2 നാൾ ഇടവിട്ട് വിശ്രമ സങ്കേതവും പണിതു. യാത്രക്കാർക്ക് ഭക്ഷണം, വെള്ളം ലഭിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കി. സുൽത്താനറ്റിലെ മുഴുവൻ ആളുകളെയും അദ്ദേഹം ദേവഗിരിയിലേക്ക് മാറ്റി. എന്നാൽ ഈ കൂട്ടപാലായനം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയത് രൂക്ഷമായ വിമർശനമായിരുന്നു. കുടിയേറ്റക്കാർ ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല. പെട്ടെന്നുള്ള പറിച്ചുനൽ അവരെ തളർത്തി. കൂടാതെ ദേവഗിരിയിലേക്കുള്ള യാത്ര പ്രയാസമായിരുന്നു. വേനൽക്കാലമായതിനാൽ കഠിനമായ ചൂടിൽ 1500 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ദുഷ്കരമായിരുന്നു.
ഇത്രയുമായപ്പോൾ ജനങ്ങളുടെ അസംതൃപ്തി തിരിച്ചറിഞ്ഞ സുൽത്താൻ അവരെ തിരിച്ചു ഡൽഹിയിലേക്ക് പോകാൻ അനുവദിച്ചു. രണ്ടാമതാണ് ടോക്കൺ കറൻസി. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മറ്റൊരു പരിഷ്കാരമായ ടോക്കൺ നാണയ സമ്പ്രദായം. അന്ന് നിലനിന്നിരുന്ന 2 നാണയങ്ങൾ തങ്ക എന്ന വെള്ളി നാണയം, ജിദാൽ എന്ന ചെമ്പ് നാണയമാണ്. വെള്ളി കൊണ്ടുള്ള തങ്കക്ക് പകരം സുൽത്താൻ ഓട്ടു നാണയം അടിച്ചിറക്കി. ഈ ഓട്ടു നാണയം ടോക്കൺ നാണയമായി സ്വീകരിക്കണമെന്ന് സുൽത്താൻ ആവശ്യപ്പെട്ടു. ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ഇക്കാലത്ത് വെള്ളിക്ക് വലിയ ദൗർലഭ്യം നേരിട്ടു എന്നതാണ്. നാണയം കൈമാറ്റത്തിനുള്ള ഒരു മാധ്യമം മാത്രമായ ലോകത്ത് ഇന്ന് എല്ലാ രാജ്യത്തും ടോക്കൺ നാണയങ്ങളാണ് പ്രചാരത്തിലുള്ളത്. ടോക്കൺ കറൻസി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമായിരുന്നു. അതിനാൽ വ്യാപാരികളും സാധാരണക്കാരും അത് സ്വീകരിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. ഓടുകൊണ്ടുള്ള കള്ള നാണയങ്ങൾ ഉണ്ടാക്കുന്നത് തടയാൻ സുൽത്താന് കഴിഞ്ഞില്ല. കള്ള നാണയങ്ങളുടെ പ്രചാരണമായിരുന്ന ഈ പരീക്ഷണം പരാജയപ്പെടാനുള്ള കാരണം ഇത് സമ്പദ് വ്യവസ്ഥയെ തകിടമറിച്ചു. 1333 ടോക്കൺ കറൻസി സുൽത്താൻ പിൻവലിച്ചു. പകരം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും തരാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇനി 6ാമത്തെ ചോദ്യമാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അഗ്രികൾച്ചർ റിഫോംസ് അണ്ടർടേക്കൺ ബൈ മുഹമ്മദ് തുഗ്ലക്കാണ്. മുഹമ്മദ് തുഗ്ലക്കിന്റെ കാർഷിക പരിഷ്കാരങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കാർഷിക മേഖലയിൽ പല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്നാൽ ഇവ ജനങ്ങളിൽ ഒട്ടും സംതൃപ്തി ഉണ്ടാക്കില്ല. കാരണം സമതല പ്രദേശത്തും മാൾവയിലും ക്ഷാമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കാര്യമായ കൂടുതൽ നടപടികളൊന്നും അദ്ദേഹം കൈക്കൊണ്ടിരുന്നില്ല. ഇത് ജനങ്ങളെ ദുരിതത്തിലാക്കി. കൂടാതെ കൃഷിക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി സുൽത്താൻ ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു. അസംതൃപ്തരായ കൃഷിക്കാർ കലാപം അടിച്ചമർത്താൻ സുൽത്താൻ അടിച്ചമർത്താൻ ശ്രമിച്ചു. സമതല പ്രദേശങ്ങളിൽ കൃഷി കുറഞ്ഞു. ആവശ്യത്തിനുള്ള ധാന്യം ഡൽഹിയിൽ ഇല്ലാതെ ഇതെല്ലാം കടുത്ത ക്ഷാമത്തിൽ നയിച്ചു. ക്ഷാമം വർഷത്തോളം നീണ്ടുനിന്ന് തരിശുഭൂമി വിളഭൂമിയാക്കിയപ്പോൾ പരിശ്രമവും കന്നുകാലി വാങ്ങുന്നതിനും വിത്തും കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നടത്തിയ ശ്രമങ്ങൾ പല കാരണത്താൽ പരാജയപ്പെട്ടിട്ടു. പദ്ധതി നടപ്പിലാക്കാൻ ചുമതല ഏർപ്പെടുത്തിയവർ കഴിവുകെട്ടവരായിരുന്നു എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ചോദ്യമാണ്, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ സയ്യിദ് ആൻഡ് ലോഡി ഡൈനാസ്റ്റി. സയ്യിദ് ആൻഡ് ലോധി വംശങ്ങളെ കുറിച്ച് ഒരു ചെറു വിവരണം എന്നാണ്. ഡൽഹി സുൽത്താനത്തിന്റെ സമ്പൂർണ്ണ പതനത്തിന് മുമ്പ് തന്നെ 2 വംശങ്ങൾ കൂടി ഡൽഹിയിൽ ഭരിച്ചിരുന്നു. അതാണ് സയ്യിദുകളും ലോധികളും. ഇവർക്ക് കാര്യമായ സംഭാവനകളൊന്നും ഡൽഹി സുൽത്താനേറ്റിന് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. മുൾട്ടാനിലെ ഗവർണർ ആയിരുന്ന കിസാൻ ഖാൻ ആയിരുന്നു സയ്യിദ് വംശത്തിന്റെ സ്ഥാപകൻ. അതേപോലെ തന്നെ ഹിർഹോറിലെ അധികാരത്തിലേറി. ഇത്താദാർ ആയിരുന്നു ബഹ്ലോർ ലോധി സയ്യിദുകളുടെ സ്ഥാനഭ്രംശമായി അധികാരത്തിലേറി. ഇദ്ദേഹമായിരുന്നു ലോധി വംശ സ്ഥാപകൻ. ലോധി വംശ ഭ്രഷ്ടനാക്കി വംശത്തിലെ അവസാന രാജാവായ ഇബ്രാഹിം ലോധിയെ 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തി മുഗൾ വംശം സ്ഥാപിച്ചു. അതോടെ ലോധികളുടെയും ഡൽഹി സുൽത്താനത്തിൻ്റെയും ചരിത്രം അവസാനിപ്പിച്ചു എന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. NISന്റെ എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകളും SSLC +2 അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസ്. അതിൻ്റെ രജിസ്ട്രേഷൻ വർക്കുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, അസൈൻമെൻറ്റുകൾ, ഗൈഡുകളെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.